പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ? ഒരു വ്യക്തി MLA ആയാൽ, MP ആയാൽ, മന്ത്രിയായാൽ, ഈവൻ മുഖ്യമന്ത്രിയായാൽ, പ്രധാനമന്ത്രിയായാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ഉലക നായകൻ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല നീളമുള്ള റോഡില് റിയാസ് ഇറങ്ങി നിന്നിട്ട് സെൽഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാളെ ഓരോ മിനിസ്റ്റർ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടിക്കണക്കിന് വരുന്ന രൂപ അത് ചിലവഴിച്ചുകൊണ്ട് വലിയ റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡിന് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് റിയാസ് വീണയോട് പറഞ്ഞു. പിന്നെ റിയാസിന് ഓർമ്മയുണ്ടോ? ആരോടാണ്? മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനോട് പറഞ്ഞു. പോരാഞ്ഞിട്ട് വിവേകന്റെ അമ്മായിയെ ചെലവിളിച്ചു. നിങ്ങൾ ഈ അമ്മായിയപ്പന്മാരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഘടനാവ് കട്ടുമുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി അത് നടക്കില്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഞങ്ങൾ ഒരു സുവർണ കോറിഡോർ, ഒരു സുവർണ ഇടനാഴി അത് കേരള BJP രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ റിയാസിനെ അലോസരപ്പെടുത്തിയിട്ടുള്ളത്. വേണ്ടി വന്നാൽ ഇന്ന് ഡൽഹിയിൽ പോകണമെന്ന് തീരുമാനിച്ചാൽ പോകാനും ഇവിടെ വിവിധ വകുപ്പുകളിലേക്ക് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യാനും അതിന് ഉത്തരം പറയിക്കാനും അതൊരു ധവളപത്രമായിട്ട് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ധവളപത്രമായിട്ട് കേരളത്തിന്റെ മുന്നിൽ വെക്കാനും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തിയാലോ എന്ന് കരുതിയിട്ട് മാനസികമായിട്ട് ഈ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള ഏറും കുത്തും ചവിട്ടുമൊക്കെ കണ്ണൂർക്കാർക്കും നിങ്ങൾക്കൊക്കെയാണല്ലോ ഇത് കൂടുതൽ അറിയുക. അപ്പോ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കുൾപ്പെടെ നമുക്കുൾപ്പെടെ ഒരു കാര്യം മനസ്സിലായി. അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല എന്ന കാരണം ഇന്നത്തെ പ്രസംഗമാണ്. ഏറ്റവും മനോഹരമായ തമാശയിലൂടെ റിയാസിനോട് കാര്യം പറഞ്ഞ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയം അറിയാത്ത ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരനില്ല. ഇതിന് മുൻപൊരു കാര്യമുണ്ടായി കേരളത്തിൽ. ആരാധനായിട്ടുള്ള ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ മെട്രോയുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തപ്പോ അന്നും ഇത് തന്നെയാണ് സൈബർ സേന കേരളത്തിന്റെ മണ്ണിൽ പടച്ചുവിട്ടതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയിൽ നിന്ന് ഒഴുകി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വന്നു കഴിഞ്ഞു. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് 20% പാർലമെന്റിലേക്ക് വോട്ടുകൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ്, ഞാൻ വന്ന് 4 ദിവസമോ 4 മാസമോ കഴിഞ്ഞാൽ തിരിച്ചു പോകാനല്ല, കേരളത്തിലെ ഭരണം പിടിക്കാനാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ അമരക്കാരനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും അണിചേർന്നുകൊണ്ട് ആലപ്പുഴയിലും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ നടത്തിയ ആള് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറായിട്ടുള്ള തൂണായിട്ടുള്ള ആളും പിന്നെ കോൺഗ്രസിന്റെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന ആ വേദി അല്ലെ, അതാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത്. ഒരുമിച്ച് വേദി പങ്കിട്ടപ്പോ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ സെന്റൻസ് അദ്ദേഹം അവിടെ നിർത്തിയെങ്കിൽ ആലപ്പുഴയുടെ മണ്ണിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ആലപ്പുഴയിലെ കളകൾ ഞങ്ങൾ പറിച്ചു നീക്കുമെന്നാണ് പറഞ്ഞത്. എവിടുത്തെ കളകൾ? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കളകൾ പറിച്ചു നീക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും നമ്മളൊരു തീരുമാനമെടുത്തു, നിങ്ങൾ അങ്ങനെ കളകളെ ഒന്നും പറിച്ചു നീക്കേണ്ട കാര്യമില്ല. ഒരാളുടെ പോലും ശരീരത്തിന് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ താമരയ്ക്ക് വോട്ട് ചെയ്തതിന്റെ പേരില് ഒരാളുടെ ശരീരത്തിൽ ഒരു പൂഴിത്തരി വീഴണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ
വലിയ പാറക്കല്ല് പതിക്കണമെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള 1.80 നിന്ന് 3 ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് 15,000 വോട്ട് നമുക്ക് എണ്ണാൻ പറ്റിയില്ല. കാരണം എന്താണ്? വിവിപാറ്റ് എണ്ണുന്നതിന് മുൻപ് തന്നെ 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ 15,000 വോട്ട് മനോഹരമായിട്ട് എണ്ണാതെ കഴിച്ചു കൂട്ടിയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പഞ്ചായത്ത് തലത്തിൽ വലിയ മൂവ്മെന്റ് നടത്തിക്കൊണ്ട് ആരെല്ലാമാണ് താമരച്ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ എന്ന് മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, കോൺഗ്രസ് ഒരുപക്ഷെ വിചാരിക്കും ആലപ്പുഴയില് അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് വന്നിട്ടില്ല എന്ന് ആരും വിചാരിക്കേണ്ട. കണ്ണല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി 1ാം സ്ഥാനത്ത് വന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ ഒഴുകിയിറങ്ങി വരികയാണ്. ആ പാവങ്ങൾക്ക് നിങ്ങൾ വീട് കൊടുക്കാതിരിക്കാൻ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പേര് പിണറായി വിജയൻ മാറ്റി. അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതി, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് നിങ്ങൾ മാറ്റി. ഇവിടെ നിങ്ങൾ ഇപ്പോ ആ മാറ്റിയ പേരിൽ സഖാക്കൾക്ക് മാത്രം വീട് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവർ അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും നിങ്ങൾ വന്നാൽ ഒരു സേവകനെ പോലെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനുണ്ടാകും. ആലപ്പുഴയിൽ നമ്മുടെ ജില്ലാ അധ്യക്ഷനുണ്ടാകും. ആ സേവനത്തിന്റെ മഹത്വം അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു. ഇന്നലത്തെ പ്രസംഗത്തിന് ഒരു വരിയെങ്കിലും മര്യാദാപൂർവ്വം പിണറായിക്ക് പറയാമായിരുന്നു. പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു, നമ്മൾ ഇത് നേടി. നിങ്ങൾക്ക് എന്തേ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് നേടാൻ സാധിച്ചില്ല? നിങ്ങൾക്ക് എന്തേ കേരളത്തിൽ ഇതിന് തുടക്കം കുറിച്ച ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇത് നേടാൻ സാധിച്ചുവോ? 91 മുതൽ ഇത്രയും നാൾ കേരളത്തിന്റെ മണ്ണിൽ ഇഴഞ്ഞു നീങ്ങിയ ഈ പദ്ധതിക്ക് ആവശ്യമായി കണ്ണും കരുതലും കാതും കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉദാരമായിട്ടുള്ള സമീപനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്വപ്ന പദ്ധതി സാർത്ഥകമാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പണം ഇത്ര, നമ്മുടെ പണം, ശോഭാ സുരേന്ദ്രന്റെ പണം, ഇരിക്കുന്ന അഡ്വക്കേറ്റ് ഗണേശന്റെ പണം, പിണറായി വിജയന്റെ പണം, അതായത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പണമെടുത്തുകൊണ്ടാണ്. അല്ലാതെ ആരുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണോ അദാനി ഈ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ട്ണറായത്? അല്ലല്ലോ. ഇത് നമ്മുടെ പണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. സേവകനായി പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ പോലെ പറയണം, ഇത് നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനപരതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, ഇത് നമ്മുടെ പണമാണ്. അങ്ങനെ പറയണം ശ്രീമാൻ പിണറായി വിജയൻ. ഇത് നിങ്ങളുടെ പണമല്ല, നമ്മുടെ എല്ലാവരുടെയും പണമാണ്. അതവിടെ നിൽക്കട്ടെ. 3 ലക്ഷം കോടി രൂപ ശ്രീമാൻ നിതിൻ ഗഡ്കരിക്ക് കേരളത്തിലേക്ക് കൊടുക്കാമെങ്കിൽ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പീയൂഷ് ഗോയലിന് കേരളത്തിൽ വന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിലധികമായി കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും ആ കണക്ക് പറയിപ്പിക്കാനും പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശന് ധൈര്യമില്ലെങ്കിൽ കണക്ക് പറയിപ്പിക്കാൻ ഞങ്ങൾ കേരളത്തിന്റെ തെരുവീതിയിലേക്ക് നമ്മളെല്ലാവരും ഇറങ്ങുമെന്ന് ഒരിക്കൽ കൂടി സൂചന നൽകിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്. ഓരോരുത്തരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ആലപ്പുഴയിലേക്ക് വരുമ്പോ ഇവിടെ ഇരിക്കുന്ന പലരും എണീറ്റുകൊണ്ട് പറയും, എന്താണ് ഇപ്പൊ പറയുന്നത്? എന്താണ്? മിസ്റ്റർ സുമേഷ് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കണ്ണൻ ഞാൻ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഞാനിപ്പോൾ പുറക്കാട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ്, പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധിക്കണം. മുല്ലക്കലിൽ നിന്ന് കണ്ണം പറയണം, ഞാൻ എന്റെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തോടൊപ്പം ഞാൻ ഒരു പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ കണ്ണൻ
വലിയ മാറ്റത്തിന്റെ കേളികൊട്ടൊരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പൊ ഒരു മെമ്പർ പേരെഴുതി വെച്ചിട്ടില്ല, കാരണം എന്താണ് അറിയില്ല, നമ്മൾ എവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല. അപ്പൊ ജനപ്രതിനിധിയാണ് സുമ എന്ത് തീരുമാനിച്ചു? സുമ തീരുമാനിച്ചു എനിക്ക് എന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു ഷാളിടണം. സുമ ആരോടും ചോദിച്ചില്ല. സുമ ഇങ്ങനെ കയറി വന്നിട്ട്, കാരണം എന്താണ്, ഈ സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയിൽ സേവകനെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്ന് സുമയെ പോലെ കേരളത്തിലെ ഓരോ സഹോദരിക്കും ഓരോ സഹോദരനും മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യമാണ്. അത് അവിടെ നിന്ന് തുടങ്ങിയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരാധനായിട്ടുള്ള ഒ രാജഗോപാൽജിയും ശ്രീധരൻ മാസ്റ്ററും സി കെ പത്മനാഭജിയും അതുപോലെ തന്നെ ശ്രീധരൻപിള്ള സാറും ശ്രീ വി മുരളീധരനും ശ്രീമാൻ സുരേന്ദ്രനും ഒക്കെ ശേഷം ഈ പാർട്ടിയുടെ നിയുക്തമായിട്ടുള്ള കസേരയിൽ ഇരിക്കാൻ നമുക്ക് ദൈവികമായിട്ട് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെയും ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാജീവ് ജി മുന്നിൽ നടക്കുമ്പോ ഞങ്ങൾ രണ്ടടി ഞങ്ങൾ മുന്നിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കാനും സമരം നടത്താനും ഏത് വെല്ലുവിളി ഏറ്റെടുക്കാനും ആലപ്പുഴയിലെ മുഴുവൻ നമ്മുടെ പാർട്ടി സഹപ്രവർത്തകന്മാരും തയ്യാറാണ് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്ദേ മാതരം.